അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി പോർക്കും കൂർക്കയും കൂടെ നല്ലൊരു റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കാൻ പോവാണ്. അതിനുവേണ്ടി 1 കിലോ പോർക്ക് നല്ലപോലെ കഴുകി ചട്ടിക്കകത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് ഒക്കെ അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ പോർക്കൊക്കെ അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ബാക്കി ഇതിന് വേണ്ട ചേരുവകൾ, അതായത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കൂർക്കയെല്ലാം റെഡിയാക്കി കൊണ്ടെടുക്കണം. അന്നേരം ഇതെല്ലാം പോർക്ക് അങ്ങോട്ട് വെന്തതിന് ശേഷം അതെല്ലാം അങ്ങോട്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് കൂർക്ക റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. അന്നേരം ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം നല്ലപോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ അങ്ങോട്ട് കത്തിച്ച് നമ്മുടെ പോർക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഒട്ടും തന്നെ ഒഴിക്കുന്നില്ല. പോർക്കിലെ വെള്ളം അതുപോലെ തന്നെ നെയ്യൊക്കെ അങ്ങോട്ട് ഉരുകി അങ്ങോട്ട് ഇറങ്ങട്ടെ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പോർക്കൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റങ്ങൾ അങ്ങോട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 10-20 കൂർക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 10-20 ചുമന്നുള്ളി, 2 മീഡിയം സൈസുള്ള സവാള, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1.5 കുടം വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പോർക്ക് വെന്ത് റെഡി ആയിട്ട് അങ്ങോട്ട് വരും. അന്നേരം നമ്മൾ പോർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് തുറന്ന് കൊണ്ട് നോക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ പോർക്കയിലെ വെള്ളമെല്ലാം കൊണ്ട് ഇറങ്ങി, പിന്നെ അതിൻ്റെ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്കൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാക്കി ചേരുവകളെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇതിനകത്തോട്ട് ചേർത്ത് നമ്മുടെ കൂർക്കയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പോർക്ക് കൂടെ നല്ല സെറ്റാവും. പോർക്കെല്ലാം വെന്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ഉള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റമായ കൂർക്ക എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ പോർക്കിലേക്ക് കൂർക്കയൊക്കെ അങ്ങോട്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് റോസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. അതിന് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം ഒന്ന് വഴറ്റി എടുക്കാനായിട്ട് നമ്മൾ തവയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് എടുക്കാം. വേറെ തവയൊക്കെ വെച്ച് തവയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഇളക്കി അതുകൊണ്ട് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴന്ന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ തന്നെ കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്ത് നമ്മുടെ സവാള, ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കും. അന്നേരം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയേറ്റങ്ങളോട് ചേർത്ത് കൊടുക്കണം. തീയെല്ലാം കൂടെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടിയേറ്റങ്ങളോട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ പൊടിയിലേക്ക് ആ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് പൊടിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പോർക്കിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പോർക്കിലേക്ക് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കൂർക്ക കൊണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടിയെല്ലാം മൂപ്പിച്ച തവ കഴുകി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അന്നേരം നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്ക ഒന്ന് വെന്ത് വരുന്നിടം വരെ നമുക്ക് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ച് നല്ലപോലെ ആ കൂർക്കയും കൂടെ ഒന്ന് വേവിച്ച് കൊടുക്കാം. അന്നേരം കൂർക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ല തിളച്ച് റെഡിയായി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഗരം മസാലയും അല്പം കുരുമുളക് പൊടി പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം നമുക്കൊരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം എടുത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം അല്പം ഉപ്പിട്ടതാണ്, പിന്നെ കൂർക്കയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കൂർക്ക എടുത്ത് നോക്കാം, വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. കൂർക്കയൊക്കെ ഏകദേശം വേവായി വരുന്നുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ അടച്ചങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ കൂർക്കയും നല്ലപോലെ വെന്ത് സെറ്റാകും. അന്നേരം നമ്മുടെ പോർക്കൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി തുറന്നുകൊണ്ട് നോക്കാം. ഇവിടെ നല്ല നെയ്യൊക്കെ ഇവിടെ തെളിഞ്ഞ് നല്ല പോലെ റോസ്റ്റായി ഇവിടെ വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ഇവിടെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡിയാവും. നമ്മുടെ കൂർക്കയൊക്കെ കൂടി ഇട്ട് റെഡിയാക്കിയ നമ്മുടെ കീടിക്കാച്ചി പോർക്ക് റോസ്റ്റ്. ഒരു കൂർക്കയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കാം, വെന്തിട്ടുണ്ടെന്ന് നോക്കാം. കൂർക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. അന്നേരം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂർക്കയൊക്കെ ചേർത്ത് റെഡിയാക്കിയ നമ്മുടെ കിടിലൻ ഐറ്റമായ പോർക്ക് റോസ്റ്റ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി ദോശയുടെ കൂടെ ഇവനെ ഒരു പിടിയെ കൊണ്ട് പിടിക്കാം. നമ്മുടെ കിടുക്കാച്ചി ഐറ്റം നല്ല കൂർക്ക ഉണ്ടോ. അന്നേരം നമ്മുടെ കിടിലായിട്ടുള്ള പോർക്കും കൂർക്കയും കൊണ്ടുള്ള റോസ്റ്റും അതിൻ്റെ കൂടെ നല്ല ദോശയും, ചൂട് ദോശ, ഇത് കൂട്ടി ഒരു പിടിയെ കൊണ്ട് പിടിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നല്ല കിടിലൻ കോംബോ ആയിട്ടുള്ള പോർക്കും കൂർക്കയും നല്ല ദോശയും.